ചേട്ടാ അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ ചേട്ടന്? എന്തുമാത്രം സ്ഥലമായി യുഎയിലുള്ളത്. ഞാനിവിടെ വന്നിട്ട് എത്ര വർഷമായി. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? എനിക്ക് വയ്യാത്തോണ്ടല്ലേ. പിന്നെ എപ്പോഴും തിരക്ക് ബിസി. നമുക്ക് മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് പോയാലോ? അതെ ഒരു മിനിറ്റ്. ഇവിടെ കുറെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. അമേരിക്കൻ അമ്മയ്യായിട്ടായിരിക്കും. ഹലോ ഹലോ കീർത്തി, നീ ഇത് ഏടിയാന്ന്? ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഓണത്തിന് പോയതാ. ഒരു രസവും ഇല്ലായിരുന്നു. നാട്ടിൽ എന്തോണം. നീ ഇങ്ങനെ നടന്നോ? ഈടെയല്ല അല്ലേ മോളെ ഓണോ? നിന്റെ ഹസ്ബൻഡ് ഇവിടെ അടിച്ചു പൊളിക്കുന്നതാ. മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമിനും വേറെ എല്ലാ ടീംസിലെല്ലാം അവരാണ് മുൻപന്തിയിലുള്ളത്. ആര്? ഇയാളോ? ആടി നിന്റെ ഒന്നെ. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞിനാ? ഇപ്രാവശ്യം നിന്റെ ഓന്റെ വെച്ച് ഫാഷൻ ഷോയിൽ വന്ന് തോരാടിപ്പൊളി പെണ്ണാന്ന്. എന്താ മാച്ചിങ്. അന്നാ തിരക്കിൽ വരുമ്പോ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടപ്പാ. പിന്നില്ലേ എന്തെല്ലാം ഉണ്ടായിരുന്നറിയാം നമുക്ക്. എല്ലാത്തിനും നിന്റെ ഓളാന്ന് മുമ്പിലുണ്ടായത്. ഒന്നും പറയണ്ട. പിന്നെ വിളിക്കാൻ അറിയുന്നുണ്ട് കേട്ടോ. എന്താ സുഖം ഒരു കുടുംബം കളിക്കപ്പോ. ആഹാ എടോ താൻ എന്തോട് പറഞ്ഞേ? എന്തോട് താൻ പറഞ്ഞേ? താൻ എന്തോറും യുഎയിൽ ഓണാഘോഷമൊന്നും ഇല്ലല്ലോ. എന്റെ ഫോൺ എടുത്തേ. ഫോൺ എടു, ഇപ്പൊ തരാം. എടോ ഇതില് മൊത്തം ഫോട്ടോസ് അല്ലേ ഇടോ ഓണാഘോഷത്തിന്റെ? പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? എന്ത് പറഞ്ഞിട്ട് മനസ്സിലാക്ക. എന്ത് കള്ളം പറയിച്ചാ? വലിക്കുന്നതിന്റെയും ഫാഷൻ ഷോന്റെയും കണ്ട പെണ്ണുങ്ങളൂടെ ഒക്കെ നിന്നിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ. ഇതെന്ത് പാടോ ഇത്? നിങ്ങൾ എന്നെ പറ്റിക്ക് വരുന്നല്ലേ? അതിനകത്തൊന്നും ഇല്ല. ഇനി കൂടുതലെന്ന് പറഞ്ഞ എനിക്ക് വയ്യ. എനിക്ക് ജീവിതം മടുത്തു. നിങ്ങൾ അപ്പഴേ ഇങ്ങനെ തന്നെയാണ്. എന്നോട് ഇതൊന്നും പറയുന്ന കേക്ക്. അതെ നീ സാരി വേണമെന്ന് പറഞ്ഞില്ല. അന്ന് ക്ലാസ്സിൽ കണ്ടത് ചുരിദാറില്ലേ നല്ല ഭംഗിയുള്ളത്. അത് മേടിച്ചതാ. ആൾക്കാർ എന്റെ ഈശ്വര. എന്ത് ചെയ്യാനാടാ ഇവളുടെ ഒരു കാര്യം. എന്റെ പൊന്നേറ്റ നാട്ടുകാര് കണ്ട്. അല്ലെങ്കിൽ നമ്മള് മലയാളികൾ അന്ന് ആ കരമേല് വഴക്കിട്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഇമേജ് പോയി കിടക്കാം. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ ഫേമസ് ആവും നോക്ക്. ഇപ്പൊ ഓണാഘോഷത്തിൽ പങ്കെടുക്കണം. യുഎയിലാണ് ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അവിടുന്ന് ഓണാഘോഷത്തിൽ പോകും. ഞാനാണെങ്കിൽ ഇപ്പൊ ക്രിസ്മസിനുള്ള പുൽക്കൂടിനുള്ള പുല്ല് തപ്പി കിടക്കുക. ഞാൻ എന്ത് ചെയ്യാനാ ചങ്ങായി? അതിനിപ്പോ ആരെ പറഞ്ഞ യുഎയിലത്തെ ഓണം ഫിനിഷ് ചെയ്യുന്നത്? ഹേയ് എന്റെ ഗഡിയെ ഈ വരുന്ന സൺഡേ, അതായത് ഒക്ടോബർ 19 നമ്മുടെ ഹാബിറ്റസ് ഫുൾ അജ്മാനത്തെ അവിടെ വെച്ചിട്ട് നമ്മുടെ ആരവം സീസൺ 3 നടക്കാൻ പോവാ. ഒരു ഓണമാമാങ്കം, ഓണസദ്യ, ഓണപ്പൂക്കളം, ഒരുപാട് ഗെയിംസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഓണപരിപാടി. അവിടെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനത്തെ രമ്പും. അത് സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സന്തോഷായില്ലേ? ഞാൻ എന്തായാലും എന്റെ കെട്ടിയുള്ളപ്പേ ഈ ആരവം സീസൺ 3 പരിപാടിക്ക് വേണ്ടിട്ട് ഷോപ്പിങ്ങിന് പോവാൻ നിൽക്കുക. അതിൽ നിങ്ങളും കൂടിക്കോ, അടിച്ചു പൊളിക്കാൻ. നീ ഇങ്ങോട്ട് വന്നേ, നമ്മൾ അടിച്ചു പൊളിക്കും. അങ്ങോട്ട്